നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ചിക്കൻ കടായിയാണ്. വളരെ എളുപ്പത്തിൽ ഹോട്ടലിലൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന ഈ ചിക്കൻ കടായി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് 2 കിലോ ചിക്കനാണ്. അപ്പോൾ ഈ 2 കിലോ ചിക്കൻ്റെ കടായി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചിക്കന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്, അത് കഴുകി വെച്ചതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കിലോ ടൊമാറ്റോ. 1 കിലോ ടൊമാറ്റോയാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. അത് അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടായി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 150 ഗ്രാം ഓയിൽ, 200 ഗ്രാം ഉള്ളിയും, ഈ ഒരു 200 ഗ്രാം ഉള്ളി ചെറുതായി കട്ട് ചെയ്തതാണ്. അതിലേക്ക് ചേർത്ത് നന്നാക്കി ഒന്ന് വഴറ്റിയെടുക്കും. ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് ഹോട്ടലിലൊക്കെ തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പത്തിൽ റെസ്റ്റോറൻറ്റിലൊക്കെ കടായിയുടെ ഒരു ബേസിക് കാര്യം തയ്യാറാക്കിയെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് കടായി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് കൂടി നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളി ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് കൂടിയാണ്. അപ്പോൾ അതിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു 50 ഗ്രാം ഗാർലിക് ജിഞ്ചർ പേസ്റ്റാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. 2 കൂടി 50 ഗ്രാം ചേർത്താൽ മതി. ഇനി അപ്പോൾ നമ്മുടെ ഉള്ളിയും ഈ ഗാർലിക് ജിഞ്ചറും കൂടി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാലപ്പൊടികൾ എന്തെല്ലാം വന്ന് നോക്കാം. ഞാനിതിൽ ചേർത്തിട്ടുള്ളത് 3 ടീസ്പൂൺ മുളക് പൊടി, അതേപോലെ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മദ്രാസ് കറി പൗഡർ, 2 ടീസ്പൂൺ ജീരകപ്പൊടി ചെറിയ ജീരകം പൊടിച്ചതാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്ത് ഈ ഓയിലിൽ മിക്സ് ചെയ്തെടുക്കണം. ആ പച്ചപ്പ് മാറുന്നത് വരെ ഈ മസാലകൾ നന്നാക്കി വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളെല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ പച്ച മണം പോകുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക ഈ ഓയിലിൽ. അതിനുശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കനും ഈ മസാലയും ഇതിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ജോയിൻ്റ് ആക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ടൊമാറ്റോ പേസ്റ്റാണ്. ഫ്രഷ് ടൊമാറ്റോ അരച്ചതാണ്. അപ്പോൾ ഞാനിതിലെടുത്തിട്ടുള്ളത് 1 കിലോ ടൊമാറ്റോയാണ്. കൂടുതൽ ഗ്രേവി ആവശ്യമുള്ളവർക്ക് ടൊമാറ്റോ വേണമെങ്കിൽ 1.25 കിലോ ഒക്കെ എടുക്കാവുന്നതാണ്. ഞാൻ 1 കിലോ ടൊമാറ്റോയാണ് ഇതിലെടുത്തിട്ടുള്ളത്. അപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് നമ്മുടെ ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ടൊമാറ്റോ അരച്ച പേസ്റ്റും ഈ ചിക്കനിലുള്ള വെള്ളവും മാത്രമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ആണ് ഈ കടായി തയ്യാറായി വരേണ്ടത്. അപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് ചിക്കന് നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കടായിയുടെ ഏകദേശം തയ്യാറായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ചെറിയ തീയിൽ വെച്ച് മൂടി വെച്ചതിന് ശേഷം ചിക്കൻ കടായി അതിൻ്റെ ഓയിൽ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കടായിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു രൂപം തയ്യാറായി കഴിഞ്ഞു. ഇതാണ് ചിക്കൻ കടായി, ഹോട്ടലിലൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് ചിക്കൻ കടായി. ഇനി നമുക്ക് ചിക്കൻ കടായിയുടെ എങ്ങനെയാണ് കടായി ഒന്നുകൂടി ഒന്ന് കുറുക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് ഫ്രൈ പാനിലേക്ക് ഓയിലും ഒരു 2 പച്ചമുളക്, ക്യാപ്സിക്കം, അതേപോലെ ഉള്ളി, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ക്യാപ്സിക്കം ഉള്ളിയൊക്കെ ചേർക്കാവുന്നതാണ്. ഗാർലിക് ജിഞ്ചർ വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ചിക്കൻ ഇതിൽ എത്ര വേണോ ആ ചിക്കൻ അതിൽ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് നന്നാക്കി ഒന്ന് കുറുക്കിയെടുക്കുക. അതാണ് ചിക്കൻ കടായി. അപ്പോൾ ഇനി ഇതിലേക്ക് ടൊമാറ്റോ, കട്ട് ചെയ്ത ടൊമാറ്റോ കൂടി ഇതിൽ ആഡ് ചെയ്യണം. മസാലപ്പൊടി, അതേപോലെ എരിവ്, ഉപ്പ് എല്ലാം ആവശ്യത്തിന് വേണ്ടവർക്ക് വീണ്ടും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ചിക്കൻ കടായി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ തയ്യാറാക്കിയെടുക്കുന്ന ചിക്കൻ കടായിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അതിൽ കുറച്ച് ക്രീം, അതിൻ്റെ മേലെ മല്ലിയില, കുറച്ച് ജിഞ്ചർ കട്ട് ചെയ്ത് ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് ഡെക്കർ ചെയ്യാം. അപ്പോൾ ഇതാണ് ചിക്കൻ കടായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. അതേപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.